പാവപ്പെട്ട കിട്ടിയാൽ മതി. അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂരാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. കറക്റ്റ് സ്ഥലം നമുക്ക് അവരോട് ചോദിക്കാം. ഇവിടെ വന്നത് കബീറിനെ കാണാനാണ്. കബീറിനിപ്പോൾ 45 വയസ്സാണായത്. ആദ്യ വിവാഹമാണ്. നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇതാണ് കബീർ. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഇത് അനിയൻ. ഇക്കാനായിരുന്നാ അസറഫ്. നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? 2 മക്കൾ. 2 മക്കളാണ്. അപ്പോൾ കബീർ ഖാൻ്റെ കല്യാണമാണ് ലേറ്റായി പോയല്ലേ? ലേറ്റായിരുന്നു. അതെ, വേണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നു. ഇപ്പം അവൻ സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കാൻ കാരണം. അതെ, അവസാനം അങ്ങനെ സമ്മതിച്ചില്ലേ? അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്. അതായത് മെയിൻ സ്ഥലത്താണ് കേട്ടോ, ടൗണിൽ തന്നെയാണ് അല്ലേ ഈ സ്ഥലമൊക്കെ വരുന്നത്. സർക്കാർ ഭൂമി നിങ്ങൾക്ക് പതിച്ച് തന്ന് അങ്ങനെ വീടെടുത്തിയാണല്ലേ? അല്ല, അവര് വെച്ച് തന്നു. അവര് വെച്ച് നമ്മളെ ഇരുന്ന വീടിനെ പൊളിച്ച് ഇതിനാക്കി തന്നു. ഈ വീട് പിന്നെ നിങ്ങളുടെ വീടാണ് അല്ലേ? ഇതേ വീട്. അതെ, കബീറിന്റെ അപ്പുറത്ത് പണി നടക്കേണ്ട വീട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നായിക്കായിരുന്നോ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കബീർക്ക് നിങ്ങളെ എന്താ പരിപാടി? തൊഴിലെന്താ? ചായക്കട. സ്വന്തമായിട്ടാ? സ്വന്തമായിട്ട്. എവിടെയാ അത്? ഈസ്റ്റ് പോയിട്ട് കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിന്റെ അടുത്ത്. അത് കുറെ വർഷമായോ? 75 വർഷമായി. എൻ്റെ ഉമ്മാനെ തട്ടാണ്. ഉമ്മ തുടങ്ങിയതാണ് അല്ലേ കച്ചവടം? ഉമ്മ മരിച്ചതിന് ശേഷം അമ്മയെ ഏൽപ്പിച്ചു. അത് ശരി. ചായയും കടിയും മാത്രം? എണ്ണക്കടി. അത് എത്ര മണി വരെ അതിന്റെ സമയം? വെളുപ്പിന് 5 മണി തൊട്ട് രാത്രി 8 മണി വരെ ഉണ്ട്. 8 മണി വരെയുള്ള പരിപാടിയാണ്. അതെ, മെയിൻ സിറ്റി സെന്റർ ആയതുകൊണ്ട് നല്ല കച്ചവടവും കാര്യങ്ങളും. ആ സമയത്ത് 26 മണിക്കൂർ അവിടെ വണ്ടി വരണ സമയം. അതെ, ഭീമാവളി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അതെ, ഈ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അടുത്താണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നല്ല കച്ചവടമുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ വരുമാന മാർഗവും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി മതി അല്ലേ? അതെ. പിന്നെ ഇവർക്ക് ഒറ്റൊരു ഡിമാൻഡ് ഉണ്ട്, ആദ്യ വിവാഹമായിരിക്കണം എന്നുള്ളത്. കാരണം കബീർ ഖാൻ്റെ ആദ്യ വിവാഹമാണ്. അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ആദ്യ വിവാഹം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കൊണ്ട് കല്യാണം വൈകിപ്പോയ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലായാലും ഒന്നും നമുക്ക് അല്ലേ, കേരളത്തിൽ ഏത് ജില്ലയാണെങ്കിലും പ്രശ്നമില്ല, ആദ്യ വിവാഹമായിരിക്കണം എന്നുള്ള ഒറ്റ കാര്യമാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ കല്യാണം വൈകിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വീട് കാര്യമെല്ലാം കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ എത്ര മക്കളേനോ? 2 പെണ്ണും 4 ആണും. മൂത്താൻ വെളുപ്പിസാല പെണ്ണ് കെട്ടി അവിടെ ആയി. അപ്പോൾ പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടാണ്. അപ്പോൾ ബാക്കി ഇങ്ങനെ കല്യാണം അങ്ങനെ അങ്ങ് വൈകിപ്പോയാണല്ലേ ശരിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ വയസ്സ് പോകാൻ പാടൊന്നും ഇല്ലല്ലോ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുവയ്ക്കാം? 42 വയസ്സ്. 42. ഒരു 35 മുതൽ 42 വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം. ദൂരമൊന്നും നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? 2ാം ക്ലാസ് വരെ അല്ലേ? എഴുതാനും വായിക്കാനും അങ്ങനെ അറിയൂല അല്ലേ? 2ാം ക്ലാസ് വരെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ പഠനവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ ദിവസവും ജോലിക്ക് പോകലുണ്ട് അല്ലേ? ദിവസവും കട തുറക്കുന്നുണ്ട്, ദിവസവും കച്ചവടമുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വരുന്ന കുട്ടി എന്തായാലും പട്ടിണിക്കാവില്ല അല്ലേ? അതെ. സാമ്പത്തിക പ്രശ്നം കൊണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ കല്യാണം വൈകിപ്പോയാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരാൻ താല്പര്യമുള്ള മറ്റ് ജില്ലയിലുള്ള ആലോചനയും നമ്മൾ സ്വീകരിക്കും. ഇനിയിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയില്ല. അതെ, പാവപ്പെട്ട കിട്ടിയാൽ മതി. അതെ. നമുക്ക് എന്നാല് ഇക്കാന്റെ വീടൊന്ന് പോയി കാണാം അല്ലേ? ഇതൊക്കെ സർക്കാരിന്റെ ഭൂമി. നിങ്ങൾക്ക് കുടമൊക്കെ പതിച്ച് തന്നെയാണ് അല്ലേ? ഇവിടെ വീട്ടിലേക്കുള്ള വഴി ഇതാണോ? വേറെ വഴിയുണ്ടോ? 2 വഴി. അതുവഴിയും വരാം അല്ലേ? ഇതാണ് വീട് കേട്ടോ. നേരെ കിള്ളിപ്പാലം, നാഗൂര്, തിരുനെല്ലുവേലി എല്ലാ ഏരിയയും പോവാം. അപ്പോൾ ഇവിടെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ മോളിലൊക്കെ നിങ്ങളതാണോ? മോളെ നമ്മളല്ല, ഈ വീട് എൻ്റെ സ്വന്തം വീടാണ്. പാർട്ടി. ഇതും വേറെ പാർട്ടി. ഇത് ഒരു ഫ്ലാറ്റ് ആണല്ലേ? പിന്നെ പ്രത്യേക ഒരു പണി നടക്കണം ഇവിടെ. അതെ. അപ്പോൾ ഇതാണ് വീട് അല്ലേ? സർക്കാർ ഇങ്ങനെ ഈ രീതിയിലാണ് തരിക, ബാക്കി നമ്മൾ ചെയ്യണം അല്ലേ? അതെ. ഇപ്പോൾ നല്ല നല്ല സൗകര്യമുണ്ട് കേട്ടോ ഉള്ളിൽ.
ഇതൊക്കെ ബാക്കി ഇതിൻ്റെ ഇതെല്ലാം കോൺക്രീറ്റ് എല്ലാം ഒരു ചെയ്ത് തന്നെ അല്ലേ? ഇതൊരു ബാത്റൂം. ഇത് കിച്ചണാ? കിച്ചൺ ഏതാ? ആ ഇത് അതെ, ഇത് കിച്ചണ്, ഹാള്, കിച്ചണ്, ഒരു റൂമില്ലേ? ഒരു റൂമും ബാത്റൂമും. അതെ, ഇവിടെ ഇനി നല്ല രീതിയിൽ തേച്ച് നിലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പെയിൻ്റെല്ലാം അടിച്ചാൽ സംഭവം ഉഷാറായി. പിന്നെ ഫ്രണ്ടിൽ മതിലും കാര്യമെല്ലാം അതും വരും അല്ലേ? അതെ, അപ്പോൾ സെറ്റാണ്. പിന്നെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇവരുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നിക്ക്. ഇനി നല്ലൊരു വധു വരുക എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനല്ലോ ഇക്ക? അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യ്. കല്യാണം വേഗം തന്നെ നടക്കട്ടെ. ഓക്കെ.